السلام عليكم ورحمة الله. بسم الله الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ثم الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه ومن استنى بسنته إلى يوم الدين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ചരിത്ര പഠനവുമായി ബന്ധപ്പെട്ട സെഷനിലാണ് നമ്മളുള്ളത്. നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ ഖുർആനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തെ ഒരു ക്ലാസിൻ്റെ പരിധിയിൽ നിന്ന് പറയാൻ സാധിക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് മാത്രം നമ്മൾ കേട്ട് പരിചയിച്ച ഒരുപാട് നമുക്കൊക്കെ അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പരമാവധി അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനനം ഇറാഖിലാണ്. ഇന്നത്തെ ഇറാഖിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച. പിന്നീട് ഇന്നത്തെ ഫലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള കൻആൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം താമസം മാറ്റുകയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് ഇബ്രാഹിം എന്നുള്ള പേര് അന്നത്തെ ഇറാഖിലെ വ്യാപകമായി സംസാരിച്ചുകൊണ്ടുണ്ടായിരുന്ന അറാമിയ, സുറിയാനി ഭാഷ, സെമിറ്റിക് ഭാഷകളിൽപ്പെട്ട ഇന്ന് ക്രിസ്ത്യാനികളൊക്കെ ആരാധനാ ഭാഷയായി സ്വീകരിച്ച സുറിയാനി ഭാഷയിൽ നിന്നാണ് ഇബ്രാഹിം എന്ന പദത്തിൻ്റെ ഉത്ഭവം. അതിൻ്റെ അർത്ഥത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രബലമായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അബുൻ റഹീമുൻ അഥവാ കാരുണ്യവാനായ പിതാവ് എന്ന അർത്ഥത്തിലാണ് ഇബ്രാഹിം എന്ന പദത്തിൻ്റെ അർത്ഥം. അതായത് അറബി പേരല്ല എന്നർത്ഥം. അറബികളായിട്ടുള്ള പ്രവാചകന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അറബികളായിട്ടുള്ള പ്രവാചകന്മാർ ഹൂദുൻ വശുഐബുൻ വസാലിഹുൻ വനബിയുക യാ അബൂദർ, ഇവർ 4 പേരാണ് അറബികളായിട്ടുള്ളത്. ബാക്കിയുള്ള നബിമാരൊക്കെ അനറബികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ പേരുകളും എന്താണ്, അനറബി ഭാഷകളിൽ നിന്നുള്ളതാണ്. ഇത് ലൂത്ത് നബിയുടേത് മാത്രമാണ് അറബിയാണോ അല്ലേ എന്നുള്ള പിന്നൊരു ചർച്ചയുള്ളത്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രൂപത്തെക്കുറിച്ച് സ്വഹീഹായിട്ടുള്ള ഹദീസുകളിൽ വന്നിട്ടുള്ള വിഷയങ്ങൾ, ഒന്ന്, അദ്ദേഹം നല്ല നീളമുള്ള ആളായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കാണാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രൂപത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തഫഖുൻ അലൈഹി ആയിരുന്നു ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അമ്മ ഇബ്രാഹിമു ഫൻദുറു ഇലാ സ്വഹിബിക്കും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്, ഏകദേശം അതേ രൂപം തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രൂപം എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബം, മാതാപിതാക്കൾ, പിതാവിൻ്റെ പേരെന്തായിരുന്നു? ആസർ. പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളതാണ്, ആസർ എന്നാണ് പേര്. സാമ് ബിൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ സാമിലേക്ക് എത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പര. ഉമ്മയുടെ പേര് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതൊക്കെ സ്വഹീഹായിട്ടുള്ള ഹദീസുകളോ ഇതിലൊന്നും വന്നതല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധ്യമല്ലതാണ്. ഉമൈല എന്ന രൂപത്തിലൊക്കെ പേരുകൾ കാണാൻ സാധിക്കും, പക്ഷേ ഉറപ്പുള്ള വിഷയമല്ല. മാത്രമല്ല അതൊക്കെ സംസാരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പ്രത്യേകം പറയുന്നുണ്ട്, അങ്ങനെ ഉറപ്പില്ലാത്ത വിഷയങ്ങൾ ചിലപ്പോൾ നമ്മൾ ക്യൂസ് കോമ്പറ്റീഷനിലൊക്കെ കേൾക്കാൻ സാധിക്കും. സ്വർഗത്തിൽ ആദ്യം കാലെടുത്ത് വെച്ചത് ആരാ എന്ന രൂപത്തിലുള്ള കുറേ ചോദ്യങ്ങളുണ്ടാവും. അതായത് നമുക്ക് പ്രത്യേകിച്ച് ഹുക്മകളൊന്നും കിട്ടാത്തതായിട്ടുള്ള കാര്യങ്ങളുടെ പിറകെ വെറുതെ നമ്മൾ വണ്ടിയെടുത്ത് പോവേണ്ടതില്ല എന്നർത്ഥം. സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ വന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് എന്തുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. പിന്നെ ഭാര്യമാരെ ആരൊക്കെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യമാർ? സാറ, ഹാജറ. സാറയാണ് ആദ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിച്ചത്. എന്നിട്ട് അവരെയും കൂട്ടിയിട്ട് ഒരു നാട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് അവിടുത്തെ രാജാവിനോട് പറയപ്പെടുകയാണ്, ഇന്ന ഹാഹുന റജുലൻ മഅഹും റഅതും മിൻ അഹ്സനിൻ നാസ്,
ഇവിടെ ഒരു ആൾ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ഏറ്റവും സൗന്ദര്യമുള്ള രൂപത്തിലുള്ള ഒരു സ്ത്രീയുമുണ്ട് എന്ന് രാജാവിനോട് അറിയിക്കപ്പെടുകയാണ്. അഹങ്കാരിയായിട്ടുള്ള ഒരു രാജാവ്. അപ്പൊ ഈ രാജാവ് ആളെ അയച്ചിട്ട് ഇബ്രാഹിം നബിന്റെ അടുത്തേക്ക് ആളെ അയക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് ആരാണ്. പറഞ്ഞു ഉഖ്തി, എന്റെ സഹോദരിയാണെന്ന് പറഞ്ഞു. അതായത് ഉഖ്തി ഫില്ല എന്ന അർത്ഥത്തിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സ്വഹീഹായിട്ടുള്ള ഈ ഹദീസിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് 3 സാഹചര്യത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കളവ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അതിലൊന്നായിട്ടാണ് ഇതിനെ എടുത്ത് പറയുന്നത്. പക്ഷെ അത് യഥാർത്ഥത്തിലുള്ള ഒരു കളവായിട്ടല്ല, മറിച്ച് ഉഖ്തി ഫില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്റെ സഹോദരി എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അങ്ങനെ ആ രാജാവ് സാറ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വരികയാണ്. അങ്ങനെ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കാണ്. അവിടുന്ന് അയാളെ ഒരു പിടുത്തം വീഴുന്ന രൂപത്തിൽ കഅന്നഹു മസ്റൂഉൻ, ഒരു ഗുസ്തിയിൽ ഏർപ്പെട്ട് തോറ്റ ഒരാളുടെ അവസ്ഥയിൽ അവിടുന്ന് പിന്മാറേണ്ടി വരികയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ സാറ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിക്കുന്നു, ആ പിടുത്തം വീഴുന്നു, അത് ഒഴിവാകുന്നു. വീണ്ടും ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ വീണ്ടും ഇതേ സംഭവം ആവർത്തിച്ചു. ഉദ്ഉഇല്ലാഹ ലി വലാ അദുറുക എന്ന് പറഞ്ഞു, ഞാൻ എന്നെ ഉപദ്രവിക്കൂല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ വീണ്ടും വിട്ടു. അപ്പോൾ രാജാവ് ഈ ആദ്യം വിവരം കൊണ്ട് ചെന്നെത്തിയ ആളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇന്നക്കും ലം തഅ്തൂനി ബി ഇൻസാൻ, നിങ്ങൾ എന്നോടൊരു മനുഷ്യനെ കുറിച്ചല്ല ഒന്ന് പറഞ്ഞിട്ടുള്ളത്, മറിച്ച് ഇന്നമാ അതൈതുമൂനി ബി ശൈത്വാൻ, ഒരു പിശാചിനെ കുറിച്ചാണ് നിങ്ങൾ എന്നോട് വാർത്ത അറിയിച്ചതെന്ന്. കാരണം ഒരു ചീത്ത ഉദ്ദേശത്തോടു കൂടി പോയപ്പോൾ അവിടെ പിടുത്തന്നെ പിന്നെ ഭാര്യയാണ്. അപ്പോൾ അവിടെ പോയപ്പം ആ രൂപത്തിലുള്ള ഉപദ്രവങ്ങളൊന്നും ഏൽക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സംരക്ഷിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ രാജാവ് സാറ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുക്കുന്ന ഒരു അമയാണ്, ഭൃത്യയാണ്, അല്ലെങ്കിൽ അടിമ സ്ത്രീ ആയിരുന്നു ഹാജറ. ഇത് സ്വഹീഹായിട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ള വിഷയമാണ്. അങ്ങനെ ഹാജറ റളിയല്ലാഹു അൻഹനെ എന്ത് ചെയ്യുന്നു, സാറ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുക്കുകയാണ്. അടിമ സ്ത്രീ ആയിരുന്നു. അങ്ങനെ സമ്മാനിച്ച ആ സമ്മാനം അത് പിന്നീട് അവരെ വിവാഹം കഴിച്ചിട്ടുണ്ടോ ഇല്ല, അടിമ സ്ത്രീ ആയിട്ട് തന്നെയാണോ മുന്നോട്ട് പോരുന്നത് എന്നുള്ളതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഏതായിരുന്നാലും പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി നടത്തുന്ന, മക്കൾ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്, റബ്ബി ഹബലി മിനസ് സ്വാലിഹീൻ, എനിക്ക് സ്വാലിഹീങ്ങളായിട്ടുള്ള മക്കളെ തരണേ എന്നുള്ളത്. ആ മക്കളെ തരണേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഇവിടുന്നാണ് ഹാജറ അലൈഹി സ്വലാത്തു വസ്സലാം, ഹാജറ റളിയല്ലാഹു അൻഹയിലൂടെയാണ് ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 86 വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്നാണ്. അത് സ്വഹീഹായിട്ടുള്ള ഹദീസുകളിൽ വന്നതല്ല, ചരിത്ര ആഖ്യാനങ്ങളാണ്. ശരിയായിരിക്കാം തെറ്റായിരിക്കും ഉറപ്പ് പറയാൻ നമുക്ക് സാധ്യമല്ല. അതും കഴിഞ്ഞ് വീണ്ടും ഏകദേശം 13 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത കുട്ടി ഉണ്ടാവുന്നത്. ആദ്യത്തെ കുട്ടി ആരായിരുന്നു? ഹാജറയിലുണ്ടായ കുട്ടി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും ചരിത്രങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സൂറത്തു സ്വാഫാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായിട്ട് പറയുന്നുണ്ട്, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ എന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം ഫലമ്മാ ബലഗ മഅഹു സ്സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ, അഥവാ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറുക്കാൻ വേണ്ടിയുള്ള ആ ഒരു സ്വപ്നം കാണുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭാഷണം കാണുകയൊക്കെ അവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് 13 വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത കുട്ടി ഉണ്ടാവുന്നത്. ആരിലൂടെയാണ്? ആദ്യത്തെ ഭാര്യയായ സാറയിലൂടെ. അതാരായിരുന്നു? ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവിടെ ആ ഒരു സംഭവം ഖുർആൻ വളരെ ഭംഗിയായിട്ട് വ്യത്യസ്ത സൂറത്തുകളിൽ വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വരികയാണ് മലക്കുകൾ. അങ്ങനെ മലക്കുകൾ വരുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കലേക്ക് വരുന്നു. തടിച്ച ഒരു കാളക്കുട്ടിയുമായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ സൽക്കരിക്കാണ്. അപ്പോൾ അവർ കഴിക്കുന്നില്ല. ഖാല അലാ തഅ്കുലൂൻ, നിങ്ങൾ എന്താ കഴിക്കാത്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ കാര്യം വിശദീകരിക്കുന്നു. ഫൗജസ മിൻഹു ഖീഫതൻ ഖാലൂ ലാ തഖഫ് ഔ ഖാല ലാ തഖഫ്, ഭയപ്പെടേണ്ടതില്ല എന്ന് അവർ പറയുന്നു. എന്നിട്ടൊരു കുട്ടിയെ സന്തോഷവാർത്ത അറിയിക്കുകയാണ്. അപ്പോൾ ഭാര്യ അവിടെ നിന്നിട്ട് വംറഅതുഹു ഖായിമത്തുൻ ഫദഹികത് ഫബശർനാഹാ ബിഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യഅഖൂബ്. രണ്ടാൾക്കാരെ കുറിച്ചും, അവിടെ ഇസ്ഹാഖ് നബിനെ കുറിച്ച് മാത്രമല്ല, ഈ മകനെ കുറിച്ച് സന്തോഷവാർത്ത അറിയിച്ചത് കേട്ടിട്ട്
സാറ റളിയല്ലാഹു അൻഹ ചിരിക്കുകയാണ്, ഈ പ്രായത്തിലാണോ ഇനിയൊരു കുട്ടി ഉണ്ടാവുന്നത് എന്ന രൂപത്തിൽ. അപ്പോൾ പറഞ്ഞു കുട്ടി ഇസ്ഹാഖും അതിൻ്റെ പിന്നാലെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും. ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാണ്, ഒരു കുട്ടി പോലും ആ ഭാര്യ സാറ റളിയല്ലാഹു അൻഹ കാത്തു നിൽക്കുകയാണ് ഒരു കുട്ടിയെങ്കിലും ഉണ്ടാവാൻ വേണ്ടി. ആ ഒരു സമയത്ത് കുട്ടി മാത്രമല്ല, ആ കുട്ടിയിലൂടെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നവരെ അവർ ജീവനോടെ ഉണ്ടാവും എന്നുള്ള ഒരു തബ്ശീർ കൂടി അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശേഷം മക്കൾക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുറേ പ്രാർത്ഥനകളുണ്ട് പരിശുദ്ധ ഖുർആനിൽ. നമ്മൾ എന്താണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുള്ളത്, ഇബ്രാഹിം നബി എന്താ പ്രാർത്ഥിച്ചത് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, റബ്ബി ജുനൂബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. റബ്ബേ ഉജുനുബുനി, എന്നെ നീ അകറ്റണമേ, വബനിയ, എൻ്റെ മക്കളെയും, അൻ നഅ്ബുദൽ അസ്നാം, ഒരു പ്രവാചകന്റെ പ്രാർത്ഥന, എന്നെയും എൻ്റെ മക്കളെയും ബിംബാരാധനയെ തൊട്ട് നീ അകറ്റി നിർത്തണേ, ഒന്നാമത്തെ ശിർക്കിൽ നിന്ന്. മറ്റൊന്ന് റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി, എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണമേ, വമിൻ ദുർരിയതി, എൻ്റെ മക്കളിൽ നിന്നും. അതുപോലെ തന്നെ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി എന്ന് പറഞ്ഞിട്ട് കഅബയുടെ പ്രവർത്തനങ്ങളിൽ ഉപ്പയും മകനും അവിടെ കഅബയുടെ പണിയെടുത്ത് അത് തീരാൻ നിൽക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. ശേഷം അടുത്ത ആയത്തിൽ റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. മൊത്തം പ്രാർത്ഥനകളാണ്. റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക, ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് കീഴൊതുങ്ങിയ മുസ്ലിമീങ്ങളാക്കി മാറ്റണമേ. വമിൻ ദുർരിയതിനാ, ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്നും ഉമ്മതൻ മുസ്ലിമതൻ ലക, നിനക്ക് കീഴ്പ്പെട്ടിട്ടുള്ള ഒരു ഉമ്മത്തിനെ നീ നൽകണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പ്രാർത്ഥിക്കണം. ഇതൊക്കെ ആ രൂപത്തിലുള്ള പ്രാർത്ഥന. അപ്പോൾ ഒരു പ്രവാചകൻ ആ പ്രവാചകന്റെ മക്കൾക്കും മക്കളുടെ സന്താന പരമ്പരക്കും വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ്. ഇതല്ലാത്ത വേറെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. സ്വന്തം വിഷയത്തിലും അതുപോലെ തന്നെ സമൂഹത്തിനും വേണ്ടിയൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്ന വേറെയും ഒരുപാട് പ്രാർത്ഥനകൾ എന്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ കൂടിയാണ് ധരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവ് മുസ്ലിം ആയിരുന്നോ? അല്ല, മുസ്ലിം അല്ലായിരുന്നു. അമുസ്ലിം ആയിട്ടുള്ള ഒരു പിതാവ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഉപ്പയോട് സംസാരിക്കുന്ന സംസാരം ഖുർആൻ സൂറത്തു മറിയമിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. അടുത്ത ആയത്ത് ഇദ് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ഷൈഅ. യാ അബതി, എൻ്റെ പൊന്നുപ്പ, ലിമ തഅബുദു, നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ഷൈഅ, ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്ത, ഒന്നും കേൾക്കാത്ത ഈ ബിംബങ്ങൾ എന്തിനാ ആരാധിക്കുന്നു? അടുത്ത വീണ്ടും യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനി അഹ്ദിക സിറാതൻ സവിയ്യ. എൻ്റെ പൊന്നുപ്പ, നിങ്ങൾക്ക് വരാത്ത ചില അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങളത് സ്വീകരിക്കണേ, എന്നെ സ്വീകരിക്കണമേ, എന്നെ പിന്തുടരണമേ എന്ന് മകൻ അവിടെ പറയുകയാണ്. വീണ്ടും അടുത്തായത് യാ അബതി ലാ തഅബുദി ശൈത്വാൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്. അടുത്തായത് വീണ്ടും യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാൻ. ഇത് വലിയൊരു പാഠാണ് നമുക്ക് തരുന്നത്. അതായത് അമുസ്ലിമായിട്ടുള്ള ഒരു പിതാവിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കുന്ന ആ ഒരു അദബ് നോക്കി. 4 പ്രാവശ്യം, അത് ഒന്നാമത്തെ പ്രാവശ്യം പറഞ്ഞാൽ പോരെ, ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ബാക്കിയായിട്ടുള്ള വിഷയങ്ങളാണല്ലോ സംസാരിക്കുന്നത്. പക്ഷെ 4 പ്രാവശ്യം എൻ്റെ പൊന്നും പങ്ങളൊന്ന് കേൾക്കി എന്ന് പറഞ്ഞിട്ട് വളരെ ആ ഒരു താഴ്മയോടെ ഉപ്പാക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തുകൊണ്ടാണ് അവിടെ സംസാരിക്കുന്നത്. നേരെ തിരിച്ചോ അടുത്ത ആയത്തിൽ ഉപ്പ തിരിച്ച് സംസാരിക്കുന്നത് കാണാം. യാ ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, നീ ഞങ്ങളുടെ ആലിഹത്തിനെ തൊട്ട് പിന്തിരിയാണോ? അവിടെ യാ ബുനയ്യ എന്നുള്ളൊരു പ്രയോഗം പ്രയോഗിക്കാൻ പോലും ആ ഒരു മനസ്സിനൊരു റഹ്മത്ത് തോന്നിയിട്ടില്ല.
എന്റെ മോനെ എന്ന് വിളിക്കാൻ പോലും അവിടെ തോന്നിയിട്ടില്ല. യാ ഇബ്രാഹിം പേര് വിളിച്ചിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു ഇത് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ ഇവിടെ കേൾക്കുന്ന മക്കളും അതുപോലെ തന്നെ ഇനി വലിയവരാണെങ്കിലും നമ്മളൊക്കെ മക്കളാണ്. ഉപ്പമാരോട് സംസാരിക്കുമ്പോൾ, പിതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് മാതൃകയായിട്ട് നമ്മൾക്ക് ഉൾക്കൊള്ളേണ്ടത് എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വിഷയം, ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ഏറ്റവും അവകാശപ്പെട്ടത്? ആരാണ്? സൂറത്തു ആലു ഇംറാനിൽ വിശദമായിട്ട് ആ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. യാ അഹ്ലൽ കിതാബി ലിമ തുഹാജ്ജൂന ഫീ ഇബ്രാഹിം. അഹ്ലൽ കിതാബിനോട് ചോദിക്കാം, നിങ്ങൾ എന്തിനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ തർക്കിക്കുന്നത്? വമാ ഉൻസിലത്തി തൗറാത്തു വൽ ഇൻജീലു ഇല്ലാ മിൻ ബഅദിഹി അഫലാ തഅഖിലൂൻ. ഇൻജീലും തൗറാത്തൊക്കെ അതിന് ശേഷമാണല്ലോ അവതരിക്കപ്പെട്ടത്. ഹാ അൻതും ഹഉലാഇ ഹാജജതും ഫീമാ ലക്കും ബിഹി ഇൽമുൻ ഫലിമ തുഹാജ്ജൂന ഫീമാ ലൈസ ലക്കും ബിഹി ഇൽം വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത ആയത്തിൽ മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ആരായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം? യഹൂദിയല്ല, നസ്രാനിയല്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, ഋജുമനസ്കനായ ഒരു മുസ്ലിം ആയിരുന്നു അദ്ദേഹം. അടുത്ത ആയത്തിൽ വീണ്ടും പറയുന്നു, ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹിമ ലല്ലദീന തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനു വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. ഇബ്രാഹിം നബിയോട് ഏറ്റവും അവകാശപ്പെട്ടവരാരാ? ഇബ്രാഹിം നബിയെ പിന്തുടരുന്നവരാണ്. ഇബ്രാഹിം നബിയുടെ മാർഗം സ്വീകരിച്ചവരാണ്. അതാരാണ്? ഈ പ്രവാചകനും ഈ പ്രവാചകന്റെ കൂടെയുള്ളവരുമാണ്. ഇതിൽ നിന്നും നമുക്കും വലിയ രണ്ട് പാഠങ്ങൾ. ഒന്നാമത്തേത്, നമുക്ക് പ്രധാനമായും കാണാൻ സാധിക്കുന്ന രണ്ട് കൂട്ടരിലേക്കുള്ള ഒരു വഴി നമുക്കിതിൽ കാണാൻ സാധിക്കും, ഒരു വെളിച്ചം. ഒന്ന്, സത്യത്തിന്റെ ചരിത്രമുള്ള എന്നാൽ പിൽക്കാലത്ത് അതിൽ നിന്ന് തെറ്റിപ്പോയതായിട്ടുള്ള ആളുകൾ. സത്യത്തിന്റെ ചരിത്രമുണ്ട്, നല്ല നല്ല ആളുകളുടെ കുടുംബ പാരമ്പര്യവും മഹിമയും അതുപോലെ സന്താന പാരമ്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് എന്ത് ചെയ്തു? അവർ തെറ്റിപ്പോയി. പിന്നീട് അവർ തെറ്റിപ്പോയ ആ വാദങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഇവരിലേക്ക് ചേർത്തി പറയും, ഞങ്ങൾ ഓരോ ആൾക്കാരാണ്, ഞങ്ങൾ അവരുടെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് തങ്ങളുടെ പിഴച്ച വാദങ്ങളൊക്കെ എന്ത് ചെയ്യും? അവരിലേക്ക് ചേർത്തി വെക്കുന്ന ഒരു സമ്പ്രദായം. ഇത് അസത്യത്തിന്റെ വക്താക്കൾ അന്ന് മുതൽ പുലർത്തി പോരുന്നതാണ്, ഇന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ സുഹൃത്ത് അർഷിദാനോട് അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കഥ ഉണ്ട്. പിന്നെ പേരക്കുട്ടി ഗൾഫ് പോയിട്ട് ഒരു കൊട കൊടുത്തയച്ചു. നാട്ടിൽ നിന്ന് വല്യപ്പ പറഞ്ഞു, വല്യപ്പ ഈ കൊട കിട്ടി ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു വർഷം കഴിഞ്ഞു, കൊടൻ്റെ കമ്പി പൊട്ടി, ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടി, കമ്പി ഇങ്ങനെ മാറ്റി 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 വെച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോഴും പറയുന്ന എന്താണ്? ഇത് പേരക്കുട്ടി കൊടുന്ന കൊടയാണ്. പിന്നെ അതിൻ്റെ ശീലം കീറിപ്പോയി, അത് മാറ്റി, അപ്പോഴും പറയുന്നത് എന്താണ്? ഇത് പേരക്കുട്ടി കൊടുന്ന കൊടയാണ്. അങ്ങനെ മാറ്റി മാറ്റി കൊടൻ്റെ എല്ലാ സാധനവും മാറ്റി. ഇനി ഒന്നും പേരക്കുട്ടി കൊടുന്ന കൊടയിലുള്ള ഒന്നുമില്ല, എന്നാലും പേരെന്താണ്? ഇത് പേരക്കുട്ടി കൊടുന്ന കൊടയാണ് എന്ന് പറയുന്ന പോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ദീനിൽ നിന്ന് ഇനി ഒന്നും ബാക്കിയില്ലാത്ത രൂപത്തിൽ അതിനൊക്കെ മാറ്റി മറിച്ചു. എന്നാലും പേര് ഞങ്ങളാണ് ഇബ്രാഹിം നബിന്റെ ആളുകൾ എന്ന് യഹൂദികളും നസ്രാനികളും മുശ്രിക്കീങ്ങളും ഒരുപോലെ പറഞ്ഞിരുന്നതാണ്. അത് ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകളും അവരും പറയും, ഞങ്ങളാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ ആളുകൾ, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർ എന്നൊക്കെ പറയും. പക്ഷെ റസൂല് പഠിപ്പിച്ച ദീനും അവരെ കൊണ്ട് നടക്കുന്നതുമായിട്ട് എന്തുണ്ടാവില്ല? ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലായിടത്തും അതാ. ഇപ്പൊ ആ രൂപത്തിൽ അത് ചരിത്രം ഞങ്ങൾക്കാണ് എന്ന് പറയാൻ അതിപ്പോൾ നമ്മുടെ രാജ്യത്തും നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും അസത്യത്തിന്റെ ആളുകൾ മുന്നോട്ട് വരാ രൂപത്തിലായിരിക്കും. ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട്, ഞങ്ങളാണ് സത്യത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞെടുക്കാൻ ഭയങ്കര, പക്ഷെ സത്യമായിട്ട് അവർക്കൊരു ബന്ധം ഉണ്ടാവില്ല. ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ കുവൈത്തിലെ ഒരു സലഫി ആയിട്ടുള്ള ഒരാളെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയണം, ഇവിടെ സൂഫികളായിട്ടുള്ള ആളുകളൊക്കെ അവരെങ്ങനെ എപ്പോഴും പറയും, ഞങ്ങളാണ് സത്യത്തിൽ കുവൈത്തിന്റെ യഥാർത്ഥം പിന്നെ ദീന് അല്ലെങ്കിൽ അവർ സ്വീകരിച്ചു പോന്നിരുന്ന് സൂഫികളുടെ ആദർശമായിരുന്നു എന്നൊക്കെ. എന്നിട്ട് അദ്ദേഹം
ഇവിടെ കുവൈത്തിലുണ്ടായിരുന്ന ആദ്യത്തെ സ്കൂളുകളിൽ ഒരു സ്കൂളിൽ അന്ന് കാലത്ത് പഠിപ്പിച്ചിരുന്ന ഒരു മത്തിന് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രഗത്ഭനായിട്ടുള്ള ചില പണ്ഡിതന്മാരെ അതിന് തഹ്ഖീഖൊക്കെ ചെയ്തിട്ടുണ്ട്. ആ മത്തിന് അദ്ദേഹം അയച്ചു തന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ് അന്ന് പഠിപ്പിച്ചിരുന്നതും ഇവിടെ അഹ്ലുസുന്നത്തിന്റെ അഖീദയായിരുന്നു. അപ്പോൾ അഹ്ലുസുന്നത്തിന്റെ യഥാർത്ഥ അഖീദ പഠിപ്പിച്ചു. പക്ഷേ പിൽക്കാലത്തെ ആളുകളില്ല, ഞങ്ങളാണ് ഇതിൻ്റെ ആൾക്കാർ, ഞങ്ങളതിന് ഇതെല്ലായിടത്തും നടക്കുന്നതാണ്, ഞങ്ങൾക്കാണ് പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് വരും. പക്ഷെ സത്യവുമായിട്ട് അവർക്കൊരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന എന്താണ്? ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിമ ലല്ലദീന ഇത്തബഉഹു. ആരാണ് ആ സത്യത്തെ പിന്തുടർന്നവർ? അവരാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിയുടെ ആളുകൾ. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ പിഴച്ച ചരിത്രമായിട്ടുള്ളവരാണ്. എന്നിട്ട് അവർ പറയുകയും ചെയ്യും, ഞങ്ങളുടെ വാപ്പാരും വല്ലിപ്പാരൊക്കെ ഈ മാർഗത്തിലാണ് വന്ന്, ഞങ്ങൾ അതിൽ തന്നെ നിൽക്കുള്ളൂ. അവരോടും ഖുർആൻ ചോദിക്കുന്നുണ്ട്, അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. നിങ്ങളെ വാപ്പാരും വല്ലിപ്പാരൊന്നും അവർ ചെയ്തത് ശരിയല്ലായിരുന്നുവെങ്കിലോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയെങ്കിലും ചെയ്തൂടെ? അവർക്കൊന്നും അറിയാത്തവരോ അല്ലെങ്കിൽ ചിന്തിക്കാത്തവരോ ആയിരുന്നുവെങ്കിലോ എന്നുള്ള ഖുർആനിന്റെ ചോദ്യം വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് രണ്ടും ഇന്നുള്ളതല്ല, അന്ന് കാലം മുതലേ ഉള്ളതാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവസാനിപ്പിക്കാൻ പോവാണ്. പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞ ചില വിശേഷണങ്ങളുണ്ട്, അതുകൂടി പറയാം. ഒന്ന്, നേരത്തെ നമ്മൾ ഓതി വെച്ച ആയത്താണ്, ഇന്നഹു കാന സിദ്ദീഖൻ നബിയ. സിദ്ദീഖായിരുന്നു, സത്യം പറയുന്നവനായിരുന്നു, അതുപോലെ തന്നെ നബിയായിരുന്നു. അതുപോലെ തന്നെ അടുത്തത് ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ, നമ്മൾ നേരത്തെ ഓതി വെച്ച ആയത്ത്. അതുപോലെ മറ്റൊന്ന്, ഇന്ന ഇബ്രാഹിം അല ഹലീമുൻ അവ്വാഹുൻ മുനീബുൻ. അദ്ദേഹം ഹലീമായിരുന്നു, സഹനശീലനായിരുന്നു. ഹിൽമ് എന്നുള്ളതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഉമ്മുൽ അഖ്ലാഖ് അല്ലെങ്കിൽ സയ്യിദുൽ അഖ്ലാഖ് എന്നാണ്. എല്ലാ സ്വഭാവങ്ങളുടെയും നേതാവ് എന്ന രൂപത്തിലാണ് ഹിൽമിനെ പരിചയപ്പെടുത്തുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ല ഹലീമുൻ, അദ്ദേഹം ഹലീമായിരുന്നു. അതുപോലെ തന്നെ അവ്വാഹുൻ മുനീബുൻ, പശ്ചാത്തപിക്കുന്നവനും അതുപോലെ അനുകമ്പയുള്ളവനുമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. മറ്റൊന്ന്, ഇബ്രാഹിം അല്ലദീ വഫ. വഫിയായിരുന്നു അദ്ദേഹം, ഏൽപ്പിക്കപ്പെട്ട പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിലും ഒരുപാട് റദ്ദുകളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഏൽപ്പിക്കപ്പെട്ട പണികൾ പൂർത്തീകരിച്ചിട്ട്, തൗഹീദ് പൂർത്തീകരിച്ചിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പോൾ തൗഹീദിന് 3 ഖിസ്മുകളാണ് ഉള്ളത് എന്ന് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെയാണ് തൗഹീദ്? റുബൂബിയ, ഉലൂഹിയ, അസ്മാ വ സിഫാത്ത്. അതിലേക്ക് ഒന്നും കൂടി ചേർത്തിട്ട് പിൽക്കാലത്ത് ചില ആളുകൾ ചേർത്തുന്നുണ്ട്, തൗഹീദുൽ ഹാക്കിമിയ്യത്ത് എന്ന് പറഞ്ഞിട്ട്. ഈ ഇതും തൗഹീദിന്റെ ഒരു ഖിസ്മായിരുന്നുവെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുന്ന അറിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമൊന്നും ഈ തൗഹീദ് പൂർത്തീകരിക്കാതെ മരണപ്പെട്ടു പോയെന്നുള്ള വലിയൊരു വമ്പൻ വാദമാണ് കൊണ്ടുവരിക. അത് തൗഹീദിന്റെ ഒരു വാദമാണെന്നുണ്ടെങ്കിൽ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച ആ 3-ൽ ഇതിൽ ഉൾക്കൊള്ളുന്ന ഒരു വിഷയവും അതുമായി ബന്ധപ്പെട്ടുണ്ട്, ഹാക്കിമിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഒരു പ്രത്യേക വിഭാഗമാണെന്ന് പറയുന്നതോടുകൂടി സംഭവിക്കുന്ന ഈ രൂപത്തിൽ ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ സാധിക്കാതെ മരണപ്പെട്ടു പോയ അമ്പിയാക്കൾ വരെ തൗഹീദ് ഉൾക്കൊള്ളാത്തവരാണ് എന്നതിന് ഒരു മറുപക്ഷമുണ്ട്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് അതിഥികൾ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം നേരത്തെ നമ്മൾ പറഞ്ഞു, ഫജാ ബി അജ്ലിൻ സമീൻ. മറ്റൊന്ന്, ഇന്ന ഇബ്രാഹിം കാന ഉമ്മ. ഇബ്രാഹിം നബി ഒരു ഉമ്മത്തായിരുന്നു, ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമായിരുന്നു നമ്മൾ പറയാറുണ്ടല്ലോ. ഓനൊരാളല്ല, ഓനൊരു പ്രസ്ഥാനമാണ്. അള്ളാഹു നേരിട്ട് പറഞ്ഞ ഇബ്രാഹിം നബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇബ്രാഹിം കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ്. അതുപോലെ തന്നെ ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ, ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന്, വഇന്നഹു ലഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. ഇവിടെ മാത്രമല്ല, പരലോകത്തും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വാലിഹീങ്ങളിൽ പെട്ടവനാണ്. അവസാനം വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അള്ളാഹു ഖുല്ലത്ത് നൽകിയ, അഥവാ ഒരാൾക്ക് മനസ്സിൽ മറ്റൊരാൾക്കും നൽകാൻ സാധിക്കാത്തതായിട്ടുള്ള സ്ഥാനമാണ്. ഹുബ്ബും ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ഏറ്റവും അവസാനത്തെ മർത്തബയാണ് ഒരാളുടെ ഹൃദയത്തിൽ ഒരാൾക്ക് മാത്രം കൊടുക്കാൻ സാധിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖലീലായി തെരഞ്ഞെടുത്തു എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇബ്രാഹിം നബിയിൽ നമുക്ക് മാതൃകയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകനിൽ നമുക്ക് മാതൃകയുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ അടിമയിൽ നമുക്ക് മാതൃകയുണ്ട്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പിതാവിൽ നമുക്ക് മാതൃകയുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന മകനിൽ നമുക്ക് മാതൃകയുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന പ്രബോധകനിൽ, ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇബ്രാഹിം നബിയുടെ പ്രബോധന രൂപങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അതിൽ നമുക്ക് വലിയ മാതൃകകളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ത്യാഗിയിൽ നമുക്ക് വലിയ മാതൃകകളുണ്ട്. എല്ലാ അർത്ഥത്തിലും ഒരു വലിയ പ്രസ്ഥാനമായി തന്നെ നിലകൊള്ളുന്ന, പഠിച്ചാലും പഠിച്ചാലും തീരാത്തത്ര അറിവുകൾ കരസ്ഥമാക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു മഹാചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. അതിലേക്കൊരു വെളിച്ചം വീശുക മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ആ രൂപത്തിലുള്ള മുൻഗാമികൾ നമുക്കുണ്ടായിരിക്കെ അവരെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, അവരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, ചരിത്രത്തിൻ്റെ പാരമ്പര്യം കേവലം അത് അവകാശപ്പെടുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ പാരമ്പര്യം സത്യത്തിൻ്റെ പാരമ്പര്യത്തിൽ അതേ രൂപത്തിൽ നിലകൊണ്ടുകൊണ്ട് ആ ഋജുമനസ്കതയുടെ ഹനഫിയ്യത്തിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ റസൂലിനാ മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.